ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ഇതിനെ നമുക്ക് ചെമ്മീൻ പീരയെന്നോ അല്ലെങ്കിൽ ചെമ്മീൻ വരട്ടിയെന്നോ ഒക്കെ വിളിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അധികം കത്തി വെച്ച് സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചെറിയ ചെമ്മീനാണ് കേട്ടോ. അധികം വലിപ്പമില്ലാത്ത ചെമ്മീനാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ ചെമ്മീനായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 7 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് എരിവുള്ളതായിട്ട് ചെയ്യുമ്പോൾ, കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഇനി നിങ്ങൾക്ക് എത്രയും എരിവ് വേണ്ട, എരിവ് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 7 വറ്റൽമുളകിന് പകരം ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം വാളംപുളിയാണ്, അഥവാ പിഴിപുളി. ഇത് ഒരു നെല്ലിക്കയുടെ അത്രയും ഇല്ല, അതിനേക്കാളും കുറച്ച് ചെറുതെടുത്താൽ മതി. പുളി നമുക്ക് ഒരുപാട് വേണ്ട. പക്ഷേ എന്നാലും ഇതിനകത്തൊരു ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് എല്ലാ രുചിയും ഒന്ന് ബാലൻസ് ആയിട്ട് വരിക. അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി ചേർക്കാം. ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം, എന്നാലാണ് അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോണത് തേങ്ങാപ്പീരയാണ്. ഇത് അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങാപ്പീര ഉണ്ട്. നമുക്കിതിലേക്ക് ചേർത്തൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി എന്ന് പറയുന്നത് നല്ല കളറൊക്കെയുള്ള എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഓൾറെഡി വറ്റൽ മുളക് ആദ്യം ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി ചേർത്താൽ മതി. പക്ഷേ അപ്പോൾ ഒരിക്കലും 2 ടീസ്പൂൺ ചേർക്കരുത്, നല്ല എരിവായിരിക്കും. നിങ്ങളൊരു 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. ചമ്മന്തിക്ക് നമ്മൾ എങ്ങനെ അരയ്ക്കാം? കണ്ടിന്യൂസ് ആയിട്ടല്ലല്ലോ അരയ്ക്കാം, നിർത്തി ഒതുക്കി കൊടുത്ത് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല തരിതരിയായിട്ട് അരച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് ചതയണം എന്നുള്ളൊരു പരുവം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കാം. അപ്പം ഞാനിത് മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കടായി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിരിക്കും. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മാത്രം മതി, നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ആവശ്യമില്ല. 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 10 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാനിവിടെ 30 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സവാളയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ചെറിയുള്ളിയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയുള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്നുകിൽ നന്നായിട്ട് വഴണ്ട് വരണം, അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അന്നേരത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ചെമ്മീനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് റോസ്റ്റ് ചെയ്യാം. അന്നേരം ചൂടൊക്കെ ഒന്ന് തട്ടി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടി നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. ഈ ഒരു ടൈമിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മളത് മൂടി വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യണില്ല കേട്ടോ, കാരണം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഈ ചെമ്മീൻ അങ്ങ് വരട്ടിയെടുക്കാൻ പോവാണ്. ചെമ്മീൻ നന്നായിട്ട് വേവണത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ തേങ്ങാപ്പീരയും നല്ലൊരു സ്മെല്ലിൽ അങ്ങ് കുക്കായിട്ട് വരണം. ശരിക്കും വരട്ടിയെടുത്ത ഒരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. കൈയെടുക്കാതെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. പ്രത്യേകിച്ച് വലിയൊരു പരിപാടി ഒന്നുമില്ല കേട്ടോ, പക്ഷെ അടിപൊളി ഒരു സാധനമാണ്. നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം.
ചെമ്മീൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വല്ലാണ്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. നോക്കി ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് നമുക്കിപ്പോൾ വരുന്നത്. ആ തേങ്ങാപ്പീരയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും അങ്ങ് വരണ്ട് വന്നിട്ടുണ്ട്. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ തേങ്ങാപ്പീരയിലോട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി ഇരിക്കുന്തോറും ഒന്നുകൂടി ഡ്രൈ ആവത്തേ ഉള്ളൂ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അടുത്ത തവണ ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയും കൊള്ളാം, അതുമാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.